പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബയോളജി ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പെക്യുലാരിറ്റീസും അതിലൊന്ന് സ്പെഷ്യാലിറ്റീസ് ഡിഫറൻസസ് ഇക്കൊല്ലം എന്തൊക്കെയായിരുന്നു അതിൽ പുതിയതായിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ വീഡിയോയിൽ നമ്മൾ കെമിസ്ട്രിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കെമിസ്ട്രിയും കുറച്ച് സിമിലാരിറ്റീസ്, ഇത് ഒരേ ക്വസ്റ്റ്യൻ പേപ്പർ ആവുന്ന സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ചേഞ്ചസ് ഇതിലും റിഫ്ലക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ ബയോളജിയിൽ പറഞ്ഞ കുറേ കാര്യങ്ങൾ കെമിസ്ട്രിയിൽ വരാൻ സാധ്യതയുണ്ടെങ്കിലും ഞാൻ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ഏതൊക്കെയാണെന്ന് ഞാൻ എക്സാമ്പിൾസ് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഒരു 8 പോയിന്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇനിയും നമുക്ക് ഒരുപാട് ഇന്ന് ഇന്റർപ്രറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ സമയത്തിൻ്റെ ഒരു ലിമിറ്റേഷൻ കാരണം ഞാൻ 8 പോയിന്റ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് ഒന്നൊന്നായിട്ട് ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പോൾ ഇത് ഫസ്റ്റ് പോയിന്റ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ NCERT ആയിട്ട് കൂടുതൽ ലിങ്ക്ഡ് ആയിട്ട് വരുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ ബയോളജിയിൽ പറഞ്ഞ പോലെ തന്നെ അവർ പറയുന്നത് ഇതിൽ കൂടുതലൊന്നും ഒരുപാടൊന്നും പുറത്തേക്ക് പോകേണ്ട കാര്യമില്ല, ഇത് തന്നെയാണ് നിങ്ങളുടെ സിലബസ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എത്രത്തോളം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റും NCERT, അത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് നല്ലതായിരിക്കും. അതിനൊരു എക്സാമ്പിളായിട്ട് എനിക്ക് തോന്നിയ ചോദ്യമാണ് ബെറിലിയം ക്ലോറൈഡിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. ഇതൊരു കുറച്ച് കോൺട്രവേഴ്സിയൊക്കെ ഉണ്ടാക്കിയ ഒരു ചോദ്യമായിരുന്നു. കാരണം കുറേ പേര് ഇത് വേറെ പല കണ്ടീഷൻസും സയന്റിഫിക് കണ്ടീഷൻസ് വെച്ചിട്ട് പല കണ്ടീഷൻസും വരാം എന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്കിലും അവർ NCERT പറഞ്ഞ സാധനം തന്നെയാണ് ഫൈനലായിട്ട് എടുത്തിരിക്കുന്നത്. അതിൻ്റെ സോളിഡ് സ്റ്റേറ്റിലും വേപ്പർ സ്റ്റേറ്റിലുള്ള സ്ട്രക്ചറിൻ്റെ ഒരു ചോദ്യമായിരുന്നു. ചെയിൻ, ലീനിയർ, ഡൈമർ, അങ്ങനെ പല സ്റ്റേറ്റുകളുണ്ട്. അപ്പോൾ അതിൽ ഏതാണ് ഓപ്റ്റായിട്ട് ചൂസ് ചെയ്തത് NCERT സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് തന്നെയായിരുന്നു. അപ്പോൾ അതായിരുന്നു ഒരു എക്സാമ്പിൾ ആയിട്ട് എനിക്ക് തോന്നി. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഓർഗാനിക്കും ഫിസിക്കൽ കെമിസ്ട്രിയും രണ്ടും കുറച്ച് കൺസെപ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ തന്നെയാണ് ഇൻഓർഗാനിക്കിനെ അപേക്ഷിച്ച്. അപ്പോൾ ഇത് രണ്ടും കൂടുതൽ നിങ്ങൾക്ക് എത്രത്തോളം അറിവുണ്ട് എന്നതിനെക്കാട്ടിലും ഉള്ള അറിവ് വൃത്തിയായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നതിനെക്കുറിച്ച് ടെസ്റ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി. കാരണം നമ്മൾ പല ഇയേഴ്സിലും കാണാൻ പറ്റും, ഓർഗാനിക് ആണെങ്കിലും ഇൻഓർഗാനിക് ഫിസിക്കൽ കെമിസ്ട്രി ആണെങ്കിലും നമുക്ക് ഒരുപാട് ഇക്വേഷൻസും ഒരുപാട് കാര്യങ്ങളും NCERT പുറത്തും അല്ലാതെയും റെഡിമെയ്ഡ് ഇക്വേഷൻസും മറ്റ് ഷോർട്ട് കട്ട്സ് ഒരുപാട് പഠിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് വളരെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ള നല്ല നല്ല അപ്ലിക്കേഷൻ ചോദ്യങ്ങൾ ഈ ഇതിലുള്ളതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫിസിക്കൽ കെമിസ്ട്രി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ എക്സ്പെക്ട് ചെയ്യുക വലിയ പ്രോബ്ലംസും വലിയ ന്യൂമറിക്കൽസും ഒക്കെയാണ്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഗ്രാഫുകളെയും ഡയഗ്രാംസിനെയും സ്റ്റേറ്റ്മെൻറ്റ്സിനെയും ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമുക്കിതിൽ കാണാൻ പറ്റി. ഫോർ എക്സാമ്പിൾ കെമിക്കൽ കൈനറ്റിക്സ് ചോദിച്ച റിയാക്ഷൻ പ്രോഗ്രഷൻ ഗ്രാഫ്, എൻഡോതെർമിക്, എക്സോതെർമിക് നമ്മൾ അതിന് എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുക എന്ന് തുടങ്ങിയ സാധനങ്ങളൊക്കെ ഒരു അപ്ലിക്കേഷൻ ലെവലുള്ള ചോദ്യമായിട്ട് എനിക്ക് തോന്നി. മറ്റൊരു ചോദ്യം തോന്നിയതാണ് ബോയിൽസ് ലോ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് P1 V1 = P2 V2 എന്ന ഇക്വേഷനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നു. പക്ഷെ അതിന്നും വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗ്രാഫിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഇക്കൊല്ലം ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇങ്ങനെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള എക്സ്പീരിയൻസ് ഓർഗാനിക്കിലും ഫിസിക്കൽ കെമിസ്ട്രിയിലും തന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൂടിയിട്ടായിരുന്നു ഇത്. ഇനി മൂന്നാമത്തെ പോയിന്റിലോട്ട് കിടക്കാം. മാച്ച് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്, അസർഷൻ, റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഇത് സാധാരണ ഒരു നീറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ അധികം കണ്ടുവരാത്തതാണ്. ഒരു എയിംസ് മോഡൽ എന്ന രീതിയിലേക്കൊക്കെ പോവുകയാണെങ്കിലാണ് നമ്മൾ കൂടുതലായിട്ടും ഈ ചോദ്യങ്ങളൊക്കെ കാണാൻ സാധ്യത. ഇപ്പം എയിംസ് ഇല്ല, എല്ലാം ഒരേ എൻട്രൻസ് ആണ്, എങ്കിലും നീറ്റിൽ അധികം കാണാൻ സാധ്യതയില്ലാത്തൊരിതായിരുന്നു. പക്ഷേ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ധാരാളം മാച്ച് ദ ഫോളോയിങ്ങും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇൻഓർഗാനിക് ഫിസിക്കൽ കെമിസ്ട്രി എന്ന് വരെ നമ്മൾക്ക് മാച്ച് ദ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റിയെന്നാണ്. അതിൽ ഈ നോബിൾ ഗ്യാസസിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചിട്ട്, അതിൻ്റെ ഡിസ്പേർഷൻ ഫോഴ്സസ്, ലണ്ടൻ ഫോഴ്സസ് തുടങ്ങിയ ഇന്റർമോളിക്കുലർ അട്രാക്റ്റീവ് ഫോഴ്സസിനെ കുറിച്ചിട്ടുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അതേപോലെ ധാരാളം മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടുള്ളതായാലും ഒക്ടാഹെഡ്രൽ, സ്ക്വയർ പ്ലെയിനർ തുടങ്ങിയ മോളിക്കുലർ സ്ട്രക്ചേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതേപോലെ ഒരു 2 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ട് 2 സ്റ്റേറ്റ്മെന്റ് റൈറ്റ് ആണോ റോങ് ആണോ ചോദിക്കാനുള്ള ഇൻഓർഗാനിക്കിൽ നിന്നും P ബ്ലോക്കിൽ നിന്നൊക്കെ ചോദിച്ച ചോദ്യങ്ങൾ, അങ്ങനെ വളരെയധികം എന്താ പറയുക ഒരു വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് എക്സ്പീരിയൻസ് തന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൂടിയിട്ടാണിത്. ഇങ്ങനത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നാലാമത്തെ പോയിന്റിലോട്ട് കിടക്കാം. വളരെ കഷ്ടമുള്ള പല ചാപ്റ്ററുകളിൽ നിന്നും വളരെ എളുപ്പമുള്ള ചോദ്യങ്ങൾ ചോദിച്ചതായിട്ട് തോന്നി. ഒരുപക്ഷെ നമ്മൾ തെർമോഡൈനാമിക്സ് പോലത്തെ ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഹൈലി കൺസെപ്റ്റൽ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ, ഹൈലി തിയററ്റിക്കൽ ആയിട്ടുള്ള ഒരു ചാപ്റ്ററിൽ നിന്നും നമ്മൾ ഒരിക്കലും വളരെയധികം സുപരിചിതമായിട്ടുള്ള അല്ലെങ്കിൽ തെർമോഡൈനാമിക്സ് ഒരിക്കലെങ്കിലും പഠിക്കുകയോ ചെയ്തിട്ടുള്ളവർ കണ്ടിട്ടുള്ള മേയേഴ്സ് റിലേഷനായ CP - CV = R എന്നൊരു ഇക്വേഷനിൽ നിന്ന് ചോദ്യം ചോദിക്കുന്നത് വളരെയധികം എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല. അതിൽ തന്നെ ഒരുപാട് വലിയ ഇക്വേഷൻസും പ്രോബ്ലംസ് ചോദിക്കാൻ സാധ്യതയുള്ള ചാപ്റ്ററായിട്ടും ഇതുപോലത്തെ ഒരു ബേസിക് റിലേഷൻ ചോദിച്ചത് വളരെയധികം രസകരമായിട്ട് തോന്നി.
അതേപോലെ തന്നെയാണ് ഇക്വിലിബ്രിയം എന്ന ചാപ്റ്റർ. അത് കഴിഞ്ഞിട്ട് വരുന്ന വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. വളരെ മറ്റ് ചാപ്റ്റേഴ്സിനൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ കൂടിയാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അതിൻ്റെ കോൺസെപ്റ്റ്സ് മനസ്സിലാക്കുക എന്ന് പറയുന്നത് തന്നെ കുറച്ച് കഷ്ടമാണ്. പക്ഷെ അതിൽ നിന്നും ഇക്കൊല്ലം വളരെയധികം സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് സോൾട്ട് ഹൈഡ്രോളിസിസുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ പി എച്ചിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ചോദ്യമായിരുന്നു. ആ ഒരു ഭാഗത്തു നിന്ന് സോൾട്ട് ഹൈഡ്രോളിസിസ്, സോലിബിലിറ്റി പ്രോഡക്റ്റ് തുടങ്ങിയ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നിന്ന് വളരെയധികം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ടോപ്പിക്കിൽ നിന്നാണ് ചോദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കോൺട്രഡിക്റ്റിംഗ് ആയിട്ടുള്ള 1-2 ചോദ്യങ്ങളുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പല ചോദ്യങ്ങളും കണ്ടതായിട്ട് തോന്നി. ഒരു എൻട്രൻസ് ആവുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്ത് പോയില്ല, എങ്കിലും നമ്മൾ പെട്ടെന്ന് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ സാധ്യതയില്ലാത്ത പല ചോദ്യങ്ങളും ഉള്ളതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതിനൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ബ്ലാസ്റ്റ് ഫർണസിൽ മാക്സിമം കണ്ടെത്താൻ പറ്റുന്ന ടെമ്പറേച്ചർ അല്ലെങ്കിൽ എത്തുന്ന ടെമ്പറേച്ചർ ഏതാണെന്നുള്ളതാണ്. അതൊരു NCERT ഉള്ള ഒരു ചിത്രത്തിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് നമ്മൾ അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഒന്നും മോഡൽ എക്സാംസ് എഴുതുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോഴോ ചാപ്റ്റർ എടുക്കുമ്പോഴോ ഒന്നും നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ അതുപോലത്തെ ഒരു ചോദ്യം നീറ്റിന് ചോദിച്ചു എന്ന് പറയുന്നത് വളരെയധികം അതിശയമുള്ളതാണ്. അതേപോലെ ഹൈഡ്രജൻ്റെ ഒരു റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പായ ട്രിഷ്യം ഏത് റേഡിയേഷൻസ് ആണ് എമിറ്റ് ചെയ്യുക എന്നുള്ളത് അത് ആക്ച്വലി NCERT ഒരു ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളൊരു ബീറ്റ പാർട്ടിക്കിൾസിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു പോർഷനാണ്. അതിന്ന് വരെ വളരെയധികം ഒരു ക്വസ്റ്റ്യൻ അവർ ഫോം ചെയ്ത് ഇട്ടിട്ടുണ്ട് എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. അപ്പം നെക്സ്റ്റ് ടൈം പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ പറയുക, അരിച്ചു പെറുക്കി പഠിക്കുക, അല്ലെങ്കിൽ ഒരു ന്യൂക്ക് ആൻഡ് കോർണർ പോലും വിടാണ്ട് ഓരോ സ്റ്റേറ്റ്മെൻറ്റും ഓരോ ചിത്രങ്ങളും വരെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം എന്നുള്ളതാണ് ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓർഗാനിക്കിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തതായിട്ട് തോന്നി. ഒരു പക്ഷേ ഡോക്ടർ ആവാനും അല്ലെങ്കിൽ ബയോളജിയുടെ ഫീൽഡുകളിലോട്ട് പോകാനുള്ള ഒരു എൻട്രൻസും ഒക്കെ ആയതുകൊണ്ടായിരിക്കാം ഓർഗാനിക് കെമിസ്ട്രി വളരെയധികം ആപ്ലിക്കേഷനുള്ള ഒരു സബ്ജക്റ്റുമാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഓർഗാനിക് കെമിസ്ട്രി സാധാരണയായിട്ടും കെമിസ്ട്രിയിൽ വളരെയധികം വെയിറ്റേജ് ഉള്ള ഒരു പോർഷൻ തന്നെയാണ് ഓർഗാനിക്. എങ്കിലും ഈ ചാപ്റ്ററിൽ ഓർഗാനിക്കിൻ്റെ പല പല ലെവലുകളിലുള്ള പല പല രീതിയിലുള്ള ചോദ്യങ്ങൾ കണ്ടതായിട്ട് എനിക്ക് തോന്നി. അപ്ലിക്കേഷൻ ലെവലിലുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു, തിയററ്റിക്കൽ ലെവലിലുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു, അതേപോലെ കാണാപ്പാഠം പഠിക്കേണ്ടത് അല്ലെങ്കിൽ ചില ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളും, അതായത് NCERT ഡയഗ്രാംസിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. അതിന് വളരെയധികം രസകരമായിട്ടുള്ള ഒരു ചോദ്യമായിട്ട് എനിക്ക് തോന്നിയതാണ്. അതായത് നമ്മുടെ ടൊലുവിനെ നമ്മൾ ക്രോമിയം ക്ലോറൈഡ് വെച്ചിട്ട് ഓക്സിഡൈസ് ചെയ്തിട്ട് ആൽഡിഹൈഡ് ആക്കുന്ന സമയത്ത് ഫോം ചെയ്യുന്ന ഇൻ്റർമീഡിയറ്റ്. നമ്മൾ ജനറലി റിയേജൻസ് പഠിക്കും, റിയാക്ഷൻസ് പഠിക്കും, അതിൻ്റെ പ്രോഡക്റ്റുകൾ പഠിക്കും, ഒരുപക്ഷെ റിയാക്ഷൻ കണ്ടീഷൻസ് വരെ ചിലർ പഠിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ അത്രയ്ക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് അല്ലാതെ കാണുന്ന ഒരു സംഭവമാണ് ഈ റിയാക്ഷൻ ഇൻ്റർമീഡിയറ്റ്സ് എന്ന് പറയുന്നത്. ഒരുപാട് ഇൻ്റർമീഡിയറ്റ്സിനെ കുറിച്ചൊന്നും നമുക്ക് പഠിക്കാനില്ല, എങ്കിലും ഈ ഒരു ഇൻ്റർമീഡിയറ്റ് NCERT ഉള്ളതാണ്. അപ്പോൾ സാധാരണയായിട്ട് കാണുന്ന രീതിയിൽ നിന്നും ആ ഇൻ്റർമീഡിയറ്റ് ഏതാണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വളരെയധികം ഓർഗാനിക്കിന് ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. അതേപോലെ തന്നെ ഓർഗാനിക് വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് അപ്ലിക്കേഷൻ ലെവലിൽ കൃത്യമായിട്ട് പഠിക്കേണ്ട ഒരു ആവശ്യകതയെക്കുറിച്ചും തോന്നി. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ തോന്നിയതാണ് സോഡിയം ബോറോഹൈഡ്രേറ്റ് വെച്ചിട്ട് നമ്മുടെ കീറ്റോണിനെയും എസ്റ്ററിനെയും റെഡ്യൂസ് ചെയ്യുന്നത്. ഒരു സൈക്ലോഹെക്സിൻ റിംഗ് ഉണ്ട്, അതിലൊരു കീറ്റോ ഗ്രൂപ്പും ഉണ്ട്, അതിലൊരു എസ്റ്റർ ഗ്രൂപ്പും ഉണ്ട്. അപ്പോൾ അതിന് സോഡിയം ബോറോഹൈഡ്രേറ്റ് വെച്ച് റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് സോഡിയം ബോറോഹൈഡ്രേറ്റിന് എസ്റ്ററിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന വ്യക്തമായിട്ടുള്ള ധാരണ നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ആ ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം കൺഫ്യൂസിങ് ആയിട്ടുള്ള കുറേ ഓപ്ഷൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. അപ്പോൾ അത് കീറ്റോ ഗ്രൂപ്പിനെ മാത്രമേ റെഡ്യൂസ് ചെയ്യുള്ളൂ എന്ന് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ ഓർഗാനിക് നല്ല നല്ല ചോദ്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും വളരെ എളുപ്പമുള്ള പല ചോദ്യങ്ങളും അവർ കൃത്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. സോഡ ലൈം ബേസിലുള്ള റിഡക്ഷനിൽ ജസ്റ്റ് കാൽഷ്യം ഓക്സൈഡ് ഉണ്ടോ, അങ്ങനെ ഒരു ചോദ്യം. അതേ സമയത്ത് ഡീഹൈഡ്രോ ഹാലജനേഷനിൽ മേജർ പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നത് സെയ്റ്റ്സഫ് റൂൾ ആണെന്നുള്ളൊരു ബേസിക് ക്വസ്റ്റ്യൻ, അങ്ങനത്തെ ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു മിക്സർ ആയിരുന്നു. ഒരിക്കലും നമുക്ക് ഇന്ന ചോദ്യങ്ങൾ കഷ്ടമുള്ള ചോദ്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എളുപ്പമുള്ള ചോദ്യങ്ങൾ വളരെയധികം വേരിയഡ് ആയിട്ടുള്ള ഒരു അസോർട്ടഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഓർഗാനിക് എന്ന് ചോദിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് ഏഴാമതായിട്ട് പറയാനുള്ളത് നമ്മളുടെ ഫിസിക്കൽ കെമിസ്ട്രിയിൽ നിന്നും വളരെയധികം അൺഈവൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് തോന്നി. അതായത് ചില ക്വസ്റ്റ്യൻസ് ഹൈലി കാൽക്കുലേഷൻ ബേസ്ഡ് ആയിരുന്നു, അതേപോലെ ചില ക്വസ്റ്റ്യൻസ് ഹൈലി കൺസെപ്റ്റ് ബേസ്ഡ് അല്ലെങ്കിൽ ജസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ആയിരുന്നു. സാധാരണ നമ്മളൊരു ഇൻ്റർമീഡിയറ്റ് ലെവലിലുള്ളൊരു കാൽക്കുലേഷൻസ് ആണ് നീറ്റിന് എക്സ്പെക്ട് ചെയ്യുക, അല്ലെങ്കിൽ വളരെയധികം എളുപ്പത്തിൽ വെട്ടിപ്പോകുന്ന അല്ലെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് കുറയ്ക്കാനും കൂട്ടാനും ഡിവൈഡ് ചെയ്യാനും മൾട്ടിപ്ലൈ ചെയ്യാനും ഒക്കെ പറ്റുന്ന സംഖ്യകളുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ.
2020 നീറ്റ് എടുത്ത് നോക്കുകയാണെങ്കിലും അതിൽ ചില ഫിസിക്കൽ കെമിസ്ട്രി ക്വസ്റ്റ്യൻസ് ജസ്റ്റ് നമ്മൾ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ചാൽ മാത്രം മതി, നമ്മൾ അതിൻ്റെ ആൻസേഴ്സ് കണ്ടെത്തുകയും കൂടെ വേണ്ട. അപ്പോൾ അതുപോലത്തെ ചോദ്യങ്ങൾ വരെ ഉണ്ടായിരുന്ന സ്ഥിതിക്ക്, പക്ഷെ ഇക്കൊല്ലം നേരെ തിരിച്ചായിരുന്നു. 3 ഡിജിറ്റ്സ് വരുന്ന മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഒക്കെ വരുന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. C is equal to ന്യൂ ലാംഡ, അതായത് വെലോസിറ്റി ഓഫ് ലൈറ്റ് ഈസ് ഈക്വൽ ടു വേവ് ലെങ്ത് ഇൻറ്റു ഫ്രീക്വൻസി എന്ന ഇക്വേഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. അപ്പോൾ ആ ഒരു ചോദ്യം നല്ല തന്നെയാണ്, അത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന തന്നെ. പക്ഷേ ഓപ്ഷൻസ് വളരെയധികം കൺഫ്യൂസിങ് ആയിരുന്നു. കാരണം 219.3, 219.2. അപ്പോൾ ഇതുപോലത്തെ ഓപ്ഷൻസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ആ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കണ്ടീഷനിൽ നിന്ന് ഇത്രയും വലിയൊരു ഡിവിഷനോ മൾട്ടിപ്ലിക്കേഷനോ സബ്ട്രാക്ഷനോ ഒക്കെ ചെയ്യുന്ന സമയത്ത് വളരെയധികം തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. കാരണം ഡെസിമൽ പോയിന്റിൽ വരുന്ന ഒരു 1ന്റെ വ്യത്യാസമൊക്കെ നമുക്ക് പലപ്പോഴും ആ ഒരു സമയത്ത് ടോളറേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അങ്ങനത്തെ ചോദ്യങ്ങൾ കണ്ടു. അതേസമയം ചിലത് നേരെ തിരിച്ച് എളുപ്പത്തിൽ ചെറിയ സബ്ട്രാക്ഷൻസിലൂടെയും ചെറിയ ഡിവിഷനിലൂടെയൊക്കെ ആൻസർ കിട്ടുന്ന ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അത് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങൾ, അങ്ങനത്തെ പല ചോദ്യങ്ങളുണ്ടായിരുന്നു. അതെല്ലാം വളരെ കാൽക്കുലേഷൻസ് വളരെ എളുപ്പമായിരുന്നു. അപ്പോൾ ഒരു മിക്സ്ചർ ആയിട്ടുള്ള എളുപ്പമുള്ള കാൽക്കുലേഷൻസും കഷ്ടമുള്ള കാൽക്കുലേഷൻസും ഒക്കെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഇത്. അപ്പോൾ ചില ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്തില്ല എന്ന് മാത്രം. പിന്നെ അടുത്തതായിട്ട് എനിക്ക് രസകരമായിട്ട് തോന്നിയത്, എനിക്ക് തോന്നിയത് മാത്രമാണ്, ലക്ക് എന്നൊരു ഫാക്ടർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കെമിസ്ട്രി ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നതായിട്ട് എനിക്ക് തോന്നി. ഒരുപാട് പേരോട് സംസാരിച്ചപ്പോഴാണ് എനിക്കിത് മനസ്സിലായത്. കാരണം ഒരിക്കലും നമുക്ക് കെമിസ്ട്രി എന്ന് പറയുന്നത് ബയോളജി പഠിക്കുന്ന പോലെ നമ്മൾ NCERT ഫുള്ള് കാണാപ്പാടം പഠിക്കുന്ന രീതിയിലേക്ക് ഒരിക്കലും പഠിക്കാൻ പറ്റില്ല. കാരണം അതിൽ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് പഠിക്കാൻ, ഇക്വേഷൻസ്, പ്രോബ്ലംസ്, മറ്റു പല കൺസെപ്റ്റ്സ് ഒക്കെ ഉണ്ട്. NCERT ബയോളജി പോലെ നമുക്ക് ഫുള്ളായിട്ട് ഇരുന്നിട്ട് കാണാപ്പാടം പഠിക്കാനുള്ള ഒരു അവസരമില്ല. എങ്കിലും നമ്മൾ ഇനോർഗാനിക് മാക്സിമം കാണാപ്പാടം പഠിക്കാനും അതിൽ എല്ലാ സാധനങ്ങളും ഓർത്തു വയ്ക്കാനും ശ്രമിക്കും. പക്ഷെ അതിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യസ്തമായിട്ട് ഒരു ലക്ക് ഫാക്ടർ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് നമ്മളുടെ ആ ബ്ലാസ്റ്റ് ഫർണസിന്റെ ക്വസ്റ്റ്യൻ തന്നെ എടുക്കാം. അതിൽ മാക്സിമം പോകാൻ പറ്റുന്ന ടെമ്പറേച്ചർ എത്രയാണ്? അതൊരിക്കലും NCERT ഒരു സ്റ്റേറ്റ്മെന്റിലോ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫിലോ കൊടുത്തിട്ടില്ല. അതൊരു ഡയഗ്രത്തിലാണ് കൊടുത്തിരിക്കുന്നത്. പലരും ചിലപ്പോൾ ആ ഒരു പോർഷൻ വായിച്ചു പോകുന്ന സമയത്ത് ആ ഡയഗ്രം കണ്ടിട്ടുണ്ടാവാം. ഡയഗ്രത്തിൽ പെർട്ടിക്കുലർ കെമിക്കൽ റിയാക്ഷൻസ് എവിടെയെന്ന് വരെ നോക്കിയിട്ടുണ്ടാവും പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ. ഒരു പക്ഷേ ഈ ടെമ്പറേച്ചർ നോട്ടീസ് ചെയ്യാതെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ലക്കിനെ നമ്മൾ എപ്പോഴെങ്കിലും NCERT വായിക്കുന്ന സമയത്ത് ആ ഒരു സാധനം നമ്മുടെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒരു നിമിഷം ചിന്തിക്കുക പോലും ചെയ്യാണ്ട് പെട്ടെന്ന് ആൻസർ ചെയ്യാം, 4 മാർക്ക് എളുപ്പം കിട്ടും. അതേസമയം അതിനെക്കുറിച്ച് ഒരുപാട് ബോധേഡല്ലാതെ അത് നോക്കാത്തൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് വളരെയധികം കഷ്ടമുള്ള ഒരു ചോദ്യം, എന്താ പറയുക, ആ സമയത്ത് വളരെയധികം ടെൻഷൻ ആക്കുന്നൊരു ചോദ്യം കൂടിയിട്ടാണ്. അതേപോലെ എനിക്ക് തോന്നിയൊരു മറ്റൊരു ചോദ്യമാണ് നമ്മളുടെ സോളിഡ് സ്റ്റേറ്റ് ഒരുപാട് കഷ്ടമുള്ള ഒരു ചാപ്റ്റർ ഒന്നും അല്ല. ആക്ച്വലി അതൊരു ബേസിക് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ കെമിസ്ട്രി ചാപ്റ്റർ ആണ്. എങ്കിലും അതിൽ നിന്ന് ഇക്കൊല്ലം ചോദിച്ചൊരു ചോദ്യം എന്ന് പറയുന്നത് എനിക്ക് വളരെയധികം രസകരമായിട്ട് തോന്നി. അതായത് 14 ടൈപ്പ് ഓഫ് ബ്രാവെ ലാറ്റിസ് യൂണിറ്റിൽ എത്രണ്ണമാണ് ബോഡി സെൻറ്റേർഡ് യൂണിറ്റ് സെൽസ് ഉള്ളതെന്നാണ്. ബ്രാവെ ലാറ്റിസ് ആക്ച്വലി ഒരു NCERT 14 ബ്രാവെ ലാറ്റിസുകൾ ആക്ച്വലി NCERT ഒരു ടേബിളായിട്ട് ഇമ്പോർട്ടൻ്റ് അല്ലാത്തൊരു രീതിക്ക് കൊടുത്തിരിക്കുന്ന ഒരു സംഭവമാണ്. അത് ആക്ച്വലി നമ്മുടെ ഇവാലുവേഷൻ ഒന്നും ഇല്ലെങ്കിലും ജസ്റ്റ് നമ്മുടെ എക്സ്ട്രാ റീഡിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു പോർഷനിൽ നിന്ന് ഇതുപോലത്തെ ഒരു ചോദ്യം, അതായത് എത്രണ്ണം ബോഡി സെൻറ്റേർഡ് ആണെന്ന് ഓർത്ത് വെക്കുക എന്ന് പറയുന്നത് ഒത്തിരി ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യം. കാരണം ഓരോ യൂണിറ്റ് സെല്ലിനും പല പല ബ്രാവെ ലാറ്റിസുകളുണ്ട്. അപ്പോൾ ഇത് ഓർത്ത് വെക്കുക എന്ന് പറയുന്നത് വളരെയധികം കഷ്ടമാണ്. പക്ഷെ നമ്മൾക്ക് ആ നമ്പർ പെട്ടെന്ന് ആ സമയത്ത് സ്ട്രൈക്ക് ചെയ്തു, അല്ലെങ്കിൽ എവിടെയെങ്കിലും വായിച്ചതായിട്ട് ഒരു ഓർമ്മയുണ്ടെങ്കിൽ പെട്ടെന്ന് അത് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ആ ചോദ്യം നമുക്ക് എത്ര തന്നെ ആലോചിച്ചാലും ആ സമയത്ത് ഇരുന്നിട്ട് ഒരിക്കലും നമുക്ക് ഫിഗർ ഔട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. ഒരുപക്ഷെ ഒരു ഇക്വേഷനോ ഒരു പ്രോബ്ലം ഒക്കെ ആണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും ആ സമയത്ത് ഇന്ന് മാനേജ് ചെയ്ത് ഓർത്ത് മറ്റെന്തെങ്കിലും വഴിയിലൂടെ കണ്ടെത്താൻ പറ്റും. പക്ഷെ ഇതുപോലെ ലക്ക് ഇത്രയും ഫാക്ടറായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻസിലൊന്നും നമുക്ക് ഒരിക്കലും ആ സമയത്ത് ഇന്ന് ചെയ്യാൻ പറ്റില്ല. ഓവറോൾ വളരെയധികം എക്സൈറ്റിങ്ങും ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞതിന് മനസ്സിലായിട്ടുണ്ടാകും, ഒരു അസോർട്ടഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്ത പോലെ ഒരു ഇന്ന ചാപ്റ്റേഴ്സ് മാത്രം, ഇന്ന ചോദ്യങ്ങൾ മാത്രം, അങ്ങനെയൊന്നുമില്ല. എല്ലാ ചാപ്റ്റേഴ്സും വൈഡ് വെറൈറ്റി ആയിട്ട് മുമ്പുള്ള നീറ്റിനേക്ക് അപേക്ഷിച്ച് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റൈലിലേക്ക് അവർ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് വളരെയധികം നല്ലൊരു കാര്യമാണ്. കാരണം ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആവുന്ന സമയത്ത് നമ്മൾ എപ്പോഴും എക്സ്പെക്ട് ചെയ്തു പോകുന്ന ഒരു കാര്യം മാത്രം ക്വസ്റ്റ്യൻസിൽ ഉണ്ടാവണമെന്ന് നമുക്ക് ഒരിക്കലും വാശി പിടിക്കാൻ പറ്റില്ല. അപ്പോൾ ചെയ്യാനായാലും ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് കണ്ടെത്താനായാലും വളരെയധികം എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. എനിക്ക് പേഴ്സണലി ഈ കെമിസ്ട്രി പാർട്ട് വളരെയധികം ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യാം താഴെ.
ഇനി അപ്പോൾ ഞാൻ ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ നെക്സ്റ്റ് ടൈം പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക. ഈ ഓർഗാനിക്കിലൊക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുക, കൺസെപ്റ്റ്സ് വൃത്തിയായിട്ട് പഠിക്കുക, അത് അപ്ലൈ ചെയ്യാൻ പഠിക്കുക, എന്താണ് എവിടേക്കാണ് ഓരോ ഇക്വേഷൻസും അല്ലെങ്കിൽ കൺസെപ്റ്റ്സ് കൃത്യമായിട്ട് വരുന്നതെന്ന് മനസ്സിലാക്കി വയ്ക്കുക. കാരണം എങ്കിൽ മാത്രമേ നമുക്ക് ആ പ്രോബ്ലംസ് ആ സമയത്ത് കാണുന്ന സമയത്ത് ഏത് രീതിയിൽ ആ പ്രോബ്ലം ഏത് രീതിയിൽ അത് ട്വിസ്റ്റ് ചെയ്തിട്ടോ ഡിഫറെൻ്റ് ആയിട്ടോ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കെമിസ്ട്രിയുടെ സെഷൻ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇനിയിപ്പോൾ നെക്സ്റ്റ് വീഡിയോ നമ്മുടെ ഫിസിക്സിൻ്റെ അനാലിസിസുമായിട്ട് കാണാം. അതുവരെ ഗുഡ് ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.